മാലിന്യ നിർമ്മാർജ്ജന മാതൃക പഠിക്കാൻ കേരളത്തിൽ നിന്നും നഗരസഭാ കൗൺസിലർമാർ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക്. മലപ്പുറം നഗരസഭാ കൗൺസിലർമാരാണ് പഠനയാത്ര എന്ന പേരിൽ മാലിന്യ നിർമ്മാർജ്ജനം പഠിക്കാൻ മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് പോകുന്നത്. സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് കൗൺസിലർമാരുടെ ഇൻഡോർ യാത്ര. കേരളം മാലിന്യമുക്ത സംസ്ഥാനമാണെന്ന സർക്കാർ അവകാശവാദത്തിനിടെയാണ് നഗരസഭാ കൗൺസിലർമാരുടെ പഠനയാത്ര. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഏത് ഫണ്ടാണ് ഉപയോഗിക്കുന്നത്? സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട്. പോകുന്നത് പഠന യാത്രയും. അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് അല്ലേ? കൃഷ്ണരാജ്, വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ സംസ്ഥാനത്തെ പല നടപടികളും നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. കാരണം ഏതാണ്ട് 2 മാസം മുമ്പാണ് കേരളത്തിലെ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തള്ളിയതുമായി ബന്ധപ്പെട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം സംസ്ഥാനത്തെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് 2 മാസങ്ങൾക്ക് ഇപ്പുറത്ത് ഇപ്പോഴും മാലിന്യ പ്രശ്നങ്ങൾ പലയിടത്തും നിലനിൽക്കുമ്പോഴും തന്നെ കേരളത്തെ മാലിന്യമുക്ത കേരളം എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നു. അതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടത്തിയിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് വൃത്തി ക്ലീൻ കേരള കോൺക്ലേവ് ആരംഭിക്കുകയാണ്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും തനത് ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരിയാണ് ആ കോൺക്ലേവ് പോലും സർക്കാർ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ സംസ്ഥാനം വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുമാണ് വീണ്ടും ഇപ്പോൾ ഈ പറയുന്ന വൃത്തി ക്ലീൻ കേരള കോൺക്ലേവ് കഴിഞ്ഞാലുടൻ മലപ്പുറം നഗരസഭയിൽ നിന്നുള്ള 20 കൗൺസിലർമാർ ബി.ജെ.പി. ഭരിക്കുന്ന മധ്യപ്രദേശിലെ ബി.ജെ.പി. ഭരിക്കുന്ന ഇൻഡോർ നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ അത് കണ്ട് അതിൻ്റെ രാജ്യാന്തര മാതൃകകൾ എന്ന രീതിയിൽ അതിനെ കണ്ട് പഠിച്ച് അത് കേരളത്തിൽ നടപ്പാക്കാനുള്ളൊരു പഠനയാത്രയ്ക്ക് പോവുകയാണ്. ഈ പഠനയാത്രയ്ക്ക് പോകാനുള്ള ഒരു അനുമതി തേടി നഗരസഭ സർക്കാരിനെ സമീപിച്ചിരുന്നു. 40 നഗരസഭാംഗങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയാണ് എക്കോയുണ്ട് 40 നഗരസഭാംഗങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള അനുമതിയാണ് തേടിയത്. പക്ഷേ 20 നഗരസഭാംഗങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഓരോരുത്തർക്കും 45,000 രൂപ വെച്ച് സ്വച്ഛ് ഭാരത് മിഷൻ 2.0യുടെ ശേഷി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനവും വന്നിട്ടുണ്ട്. അങ്ങനെ 9 ലക്ഷം രൂപ ചെലവഴിച്ച് പോകുന്നു. ഈ യാത്രയിലല്ല പ്രധാനപ്പെട്ട വൈരുദ്ധ്യമുള്ളത്. പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം മാലിന്യമുക്തമാണെന്ന് പ്രഖ്യാപിക്കുന്നു. തങ്ങളുടെ മാലിന്യ നിർമ്മാർജ്ജന നീക്കങ്ങളുടെ വലിയ വിജയ മാതൃകകൾ എന്ന രീതിയിൽ അത് പ്രദർശിപ്പിക്കാൻ നാടകം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുള്ള പ്രചാരണ പരിപാടികൾ നടത്തുന്നു. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ വൃത്തി ക്ലീൻ കേരള കോൺക്ലേവ് നടത്തുക. ഏതാണ്ട് 8 കോടി രൂപ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ സ്ലാബുകളിലായി പണം പിരിച്ച മൊത്തത്തിൽ 8 കോടി രൂപയാണ് ക്ലീൻ കേരള കോൺക്ലേവിനായി മാത്രം സർക്കാർ ചെലവഴിക്കുന്നത്. അപ്പോഴാണ് കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് ബി.ജെ.പി. ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജന മാതൃകകൾ കണ്ടുപഠിക്കാനായി ഈ പറയുന്ന രീതിയിൽ നഗരസഭാ കൗൺസിലർമാർ ഒരു പഠനയാത്ര നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ മാതൃകകൾ പോരായ്മ വന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമായതുകൊണ്ടാണോ ഈ കേരളത്തിൽ നിന്നും പഠനത്തിനായി സംസ്ഥാനത്തിന് വെളിയിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. കൃഷ്ണരാജ്, ശരി, മാലിന്യ നിർമ്മാർജ്ജന മാതൃക പഠിക്കാൻ കേരളത്തിൽ നിന്നും നഗരസഭാ കൗൺസിലർമാർ, അതായത് മലപ്പുറം നഗരസഭയിലെ കൗൺസിലർമാർ പഠനയാത്ര പോവുകയാണ്. പഠനയാത്രയാണെന്ന് പറയുന്നുവെങ്കിലും മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് പോകുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.